പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരു കാട്ടിൽ 2 തലയുള്ള ഒരു പക്ഷിയുണ്ടായിരുന്നു. ഒരു ദിവസം പറക്കുന്നതിനിടെ ഒന്നാമത്തെ തല ഒരു പഴം കണ്ടു. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല പഴം ഇതാണ്, എന്താ രുചി. ഒന്നാമത്തെ തല പഴം ആസ്വദിച്ച് തിന്നാൻ തുടങ്ങി. അതുകണ്ട് രണ്ടാമത്തെ തല പറഞ്ഞു, ഈ പഴം എനിക്കും അല്പം രുചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആര് തിന്നാലും നമ്മുടെ വിശപ്പ് മാറിയാൽ പോരെ, നമ്മുടെ വയറൊന്നു തന്നെയല്ലേ. ഒന്നാമൻ അത് മുഴുവൻ ഭക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തല ഒരു പഴം കണ്ടു. അത് കൊത്താനാഞ്ഞപ്പോൾ ഒന്നാമൻ പറഞ്ഞു, അത് കഴിക്കരുത്, അത് വിഷമാണ്. പക്ഷേ അസൂയ മൂലമാണ് ആദ്യത്തെ തല ഇത് പറയുന്നതെന്ന് കരുതി രണ്ടാമത്തെ തല അത് കഴിച്ചു. തൽക്ഷണം ആ പക്ഷി മരിച്ചു വീണു. ഓർക്കുക, ഒരു കുടുംബത്തിൽ ഒരേ കാര്യത്തിന് പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഉചിതമായ അഭിപ്രായം ഉൾക്കൊണ്ട് ഒരുമയോടെ മുന്നേറിയാൽ ജീവിത വിജയം ഉറപ്പ്. പഴത്തിൻ്റെ ഒരു ചെറു കഷ്ണം ഒന്ന് രുചിച്ചു നോക്കാൻ ഒന്നാമൻ നൽകിയിരുന്നെങ്കിൽ തനിക്ക് കിട്ടിയ പഴം കഴിക്കുന്നതിന് മുന്നേ രണ്ടാമൻ അല്പം ചിന്തിക്കുമായിരുന്നു. ഒരാളുടെ അവിവേകം തകർക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള സ്വപ്നങ്ങളെയാണ്. മുറിവ് എവിടെയാണെങ്കിലും വേദന ആ ശരീരത്തിന് തന്നെയല്ലേ. വിട്ടുവീഴ്ചകളുടെയും പങ്കിടലുകളുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ആകെത്തുകയാണ് ഒരു സന്തുഷ്ട കുടുംബം.